ഷെന പുത്തൻകോട്ട് ഹിയർ. ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്ലാസ്സസാണ്. നമ്മൾ ഇന്ത്യൻ ലോജിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 6 പ്രമാണങ്ങളുണ്ടെന്നായിരുന്നു പറഞ്ഞല്ലേ. നോളേജ് അക്വയർ ചെയ്യാൻ 6 പ്രമാണങ്ങളുണ്ട്, അല്ലെങ്കിൽ 6 വേയ്സ് ഉണ്ട്. അതിനകത്ത് 2 പ്രമാണങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രത്യക്ഷ പ്രമാണ അഥവാ പെർസെപ്ഷൻ, അതുപോലെ തന്നെ അനുമാന പ്രമാണ അഥവാ ഇൻഫറൻസ്. അനുമാന പ്രമാണേൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി 3rd ടൈപ്പ് ഓഫ് പ്രമാണയാണ് ഉപമാന. ഉപമാന എന്ന് പറയുമ്പോൾ ഉപമ അല്ലേ. ഉപമ എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പാരിസൺ. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ നോളേജ് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഉപമാന എന്ന് പറയുന്നത്. 2 കാര്യങ്ങളെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു നോളേജിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വെൻ വി ലേൺ സംതിങ് ന്യൂ വി കണക്ട് ഇറ്റ് വിത്ത് വാട്ട് വി ഓൾറെഡി ന്യൂ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡോണറ്റ് എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡോണറ്റ് എന്താണെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതൊരു സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പറയാം ഉഴുന്നുവട പോലെ ഇരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ഡോണറ്റ് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഉഴുന്നുവട പോലെ ഇരിക്കുന്നതാണ്. ഉഴുന്നുവട എരിവുള്ളതാണെങ്കിൽ ഡോണറ്റ് എന്താണ്? സ്വീറ്റ് ആയിട്ടുള്ളതാണ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതാണ് അനലോഗസ് ലേണിംഗ് അഥവാ കമ്പയർ ചെയ്തിട്ട് ലേൺ ചെയ്യുകയാണ്. അതായത് ഒരു പുതിയ നോളേജ് അക്വയർ ചെയ്യുന്നത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന നോളേജുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പുതിയ നോളേജ് അക്വയർ ചെയ്യുന്നതിനെയാണ് ഉപമാന അഥവാ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ പ്രമാണമാണ് ശബ്ദ പ്രമാണ അഥവാ വേർബൽ ടെസ്റ്റിമണി. എന്താണ് ശബ്ദ പ്രമാണ എന്ന് പറയുന്നത്? ഒരു കാര്യം ഇതാണെന്ന് നമ്മൾ പറയുന്നതാണ്, വേർബലി പറയുന്നതാണ്. അത് ഓറൽ ആവാം, റിട്ടൺ ആവാം. അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുവാണ്, ഇത് ഇന്ന സംഭവമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നൊരു നോളേജ് ഗെയിൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകത്തിലൊരു സംഭവം വായിച്ചു, അങ്ങനെ നമ്മൾ അക്വയർ ചെയ്യുന്ന നോളേജാണ് വേർബൽ അഥവാ ശബ്ദ എന്ന് പറയുന്നത്. വേർബൽ ടെസ്റ്റിമണി അഥവാ ശബ്ദ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുസ്തകത്തിലൂടെയും നമ്മൾ പ്രഭാഷണങ്ങളിൽ നിന്നും ഒക്കെ അറ്റൈൻ ചെയ്യുന്ന നോളേജ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ശബ്ദ പ്രമാണ എന്ന് പറയുക. അപ്പോൾ നോളേജ് അറ്റൈൻ ചെയ്യാൻ ഒരു വഴിയാണ് ശബ്ദ പ്രമാണ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് വെരിഫിക്കേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അതൊരു ഒതൻറ്റിക് സോഴ്സാണ്. അതായത് നമ്മളൊരു ക്ലാസ്സിന് കേൾക്കുന്ന കാര്യം, അപ്പം അതിനകത്ത് തെറ്റുകൾ ഉണ്ടാവില്ല അല്ലേ. നമ്മൾ അങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത് അതിനെ. ഓക്കെ, 5ാമത്തെ പ്രമാണമാണ് അർത്ഥപതി അഥവാ ഇംപ്ലിക്കേഷൻ. ഇവിടെ കണ്ടീഷൻ സപ്ലൈഡ് എന്ന് പറയുന്ന ഒരു കേസാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് മനസ്സിലാവും. ദേവദത്ത ഇസ് ഫാറ്റ് വിത്തൗട്ട് ഈറ്റിംഗ് ഡ്യൂറിങ് ഡേ ടൈം. ദേവദത്ത നല്ല ഫാറ്റാണ്, പക്ഷേ അയാൾ പകൽ സമയത്തൊന്നും കഴിക്കുന്നില്ല. അതിനകത്തു നമുക്ക് എന്ത് ഇംപ്ലൈ ചെയ്യാം? ദിസ് ഡസൻ മീൻ ദാറ്റ് ഹീ ഈസ് നോട്ട് ഈറ്റിംഗ് ഡ്യൂറിങ് നൈറ്റ്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ഇംപ്ലൈ ചെയ്യുന്നു? കാണാത്ത ഒരു കാര്യം നമ്മൾ ഇംപ്ലൈ ചെയ്യുന്നു അല്ലേ. അതായത് ദേവദത്ത ഫാറ്റാണ്, പക്ഷെ അയാൾ പകൽ സമയത്ത് കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് ഇംപ്ലൈ ചെയ്യുന്നു? കണ്ടീഷൻ സപ്ലൈഡ് ആണ്. അയാൾ പകൽ കഴിക്കുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടീഷൻ സപ്ലൈഡ്, രാത്രി കഴിക്കുന്നുണ്ടാവാം അല്ലേ. അവിടെ കണ്ടീഷൻ സപ്ലൈഡ് ആയിട്ടുള്ളതാണ് അർത്ഥപതി അഥവാ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ടില്ലെങ്കിൽ അവിടെ കണ്ടീഷൻ അപ്ലൈഡ് ആണ്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ പറയില്ലേ. പകൽ കഴിക്കുന്നില്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, വേണമെങ്കിൽ രാത്രി കഴിക്കുന്നുണ്ടാവാം എന്ന് പറയുന്ന കണ്ടീഷൻ സപ്ലൈഡ് വരുന്ന പ്രമാണങ്ങളെയാണ് നമ്മൾ അർത്ഥപതി എന്ന് പറയാം. ഓക്കെ, ഇംപ്ലിക്കേഷൻ. നെക്സ്റ്റ് ഈസ് അനുപലബ്ധി. അനുപലബ്ധി, ലബ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അല്ലേ, കുറവ് എന്നൊക്കെയാണ് അല്ലെ. ലുബ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കൻ എന്നാണ്. അപ്പം ലബ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവ്, ഇല്ലായ്മ എന്നൊക്കെയാണ്. അപ്പോൾ അനുപലബ്ധി, നോൺ ആപ്രിഹെൻഷൻ, ഒരു കാര്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇവിടെ എന്താണ് ഒരു സംഭവം ഇല്ല. അപ്പം ഇല്ല എന്ന് പറയുന്നത്, അപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ ഒരു ബുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ബുക്ക് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ. ഉള്ള കാര്യം മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതേസമയം ഞാനൊരു കാര്യം പറയുകയാണ് ഇല്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ഇത്തിരി കൂടി പാടാണ്. അപ്പോൾ ആ ഒരു മനസ്സിലാക്കലാണ്, ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള മനസ്സിലാക്കലാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ദർ ഇസ് നോ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ഈ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഇല്ല എന്ന് പറയുന്നത് എന്താണ്? അനുപലബ്ധി. അപ്പോൾ അവിടെ സ്റ്റുഡൻസ് ഇല്ല എന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതിനെയാണ് അനുപലബ്ധി എന്ന് പറയാം. ഓക്കെ, ഇനി ഇന്ത്യൻ ലൊജീഷ്യൻസ് ഡു നോട്ട് ആക്സെപ്റ്റ് ഇറ്റ് ആസ് എ ഡിസ്റ്റിങ് സോഴ്സ് ഓഫ് നോളേജ്. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് നോൺ ആപ്രിഹെൻഷൻ ക്യാൻ ബി കവേർഡ് അണ്ടർ ഇൻഫറൻസ്. അപ്പോൾ ഇന്ത്യൻ ലൊജീഷ്യൻസ് ഇതിനെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് സോഴ്സായിട്ട് കാണുന്നില്ല. ഇതിനെ നമുക്ക് ഇൻഫറൻസിൽ ഉൾപ്പെടുത്താം എന്നാണ് ഇന്ത്യൻ ലൊജീഷ്യൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻഫറൻസുമായി ചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ് അനുപലബ്ധി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 6 പ്രമാണങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതായത് നോളേജ് അക്വയർ ചെയ്യാനുള്ള 6 പ്രമാണങ്ങളാണ് നമ്മൾ കണ്ടത്.
ഇനി ആ 9 സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫിയെ 9 സിസ്റ്റം ഉണ്ട്. അതിനകത്ത് 6 ആസ്തികയും 3 നാസ്തികയാണ്. 6 ആസ്തിക എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ആണ്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു ഫിലോസഫിയാണ്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഫിലോസഫിയാണ്. 6 ആസ്തികവാദങ്ങൾ. ഇനി 3 നാസ്തികവാദത്തിൽ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഫിലോസഫിയാണ് 3 നാസ്തികവാദങ്ങൾ. അപ്പോൾ 6 ആസ്തികവാദങ്ങളും അതിൻ്റെ പ്രൊപ്പോണൻസുമാണ്. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 6 ആസ്തികവാദങ്ങൾ, ഇന്ത്യൻ ഫിലോസഫിയിലെ 6 ആസ്തികവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാംഖ്യശാസ്ത്ര കപിലനാണ്, യോഗ പതഞ്ജലിയാണ്, ന്യായ ഗൗതമയാണ്, വൈശേഷിക കണാട, പൂർവമീമാംസ ജൈമിനി, ഉത്തരമീമാംസ ബദരായന. ഓക്കെ, അപ്പോൾ 6 ആസ്തികവാദങ്ങളും അതിൻ്റെ പ്രൊപ്പോണൻസുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ബാക്കി 3 ഏതൊക്കെയാണ്? നാസ്തികവാദങ്ങളാണ് അല്ലേ, ഹെറ്ററോഡോക്സ്. അതിനകത്ത് ചാർവാക, ബൗദ്ധ, ജൈന. ഓക്കെ, ഇവർ ദൈവം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണ് 3 നാസ്തികവാദികൾ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ വൈശേഷിക ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പ്രത്യക്ഷയും അനുമാനയും ഫോളോ ചെയ്യുന്നു. സാംഖ്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പ്രത്യക്ഷ, അനുമാന, ശബ്ദ ഇത് 3 ഫോളോ ചെയ്യുന്നു. യോഗ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പ്രത്യക്ഷ, അനുമാന, ശബ്ദ. ന്യായ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദ. ചാർവാക ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പ്രത്യക്ഷ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബുദ്ധ ഫിലോസഫിയോ പ്രത്യക്ഷയും അനുമാനയും. ജൈനയോ പ്രത്യക്ഷ, അനുമാന, ശബ്ദ. ഇങ്ങനെ ഓരോ ഫിലോസഫിയും ഓരോരോ കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോരോ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കണം എന്നുള്ളത് മാത്രം. ഓക്കെ, അടുത്തത് ഹേത്വാഭാസ. നമ്മൾ നേരത്തെ വെസ്റ്റേൺ സിലോജിസത്തിൽ ഫാലസി കണ്ടില്ലേ, അതിന് സിമിലർ ആയിട്ടുള്ള ഇന്ത്യൻ ലോജിക്കിലെ ഭാഗമാണ് ഹേത്വാഭാസ എന്ന് പറയുന്നത്. അതായത് ന്യായ സിലോജിസത്തിലെ എററുകളെയാണ് നമ്മൾ ഫാലസി അല്ലെങ്കിൽ ഹേത്വാഭാസ എന്ന് പറയുന്നത്. ഓക്കെ, അത് 5 തരമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് അസിദ്ധ ഫാലസി. ഇതിൻ്റെ ഇംഗ്ലീഷ് ടേമും കൂടെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഫാലസി ഓഫ് അൺപ്രൂവ്ഡ് മിഡിൽ എന്നാണ് അസിദ്ധ ഫാലസിയുടെ ഇംഗ്ലീഷ് ഫോം. ഓക്കെ, അസിദ്ധ ആദ്യത്തെ ഫാലസിയാണ് അസിദ്ധ. ഇവിടെ 3 തരമാണ് അസിദ്ധ. ഓക്കെ, ആശ്രയ, സ്വരൂപ, അത് ആദ്യം 2 നോക്കാം. ഓക്കെ, ആശ്രയ എന്ന് പറയുന്നത് ഒന്നിനെ ആശ്രയിച്ചത് കൊണ്ട് ഉണ്ടാവുന്ന ഫാലസിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കി, ആകാശത്താമര എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ആകാശത്താമര എന്ന് പറയുമ്പോൾ ശരിക്കുള്ള താമര പോലെയല്ല അല്ലേ, അതൊരു ഇമാജിനറി കോൺസെപ്റ്റാണ്. അപ്പം ഞാൻ പറയുകയാണ് ആകാശത്താമരയ്ക്ക് നല്ല ഫ്രേഗ്രൻസ് ഉണ്ട് അല്ലെങ്കിൽ മണമുണ്ട്. കാരണം എന്താണ്, അത് കുളത്തിൽ കാണുന്ന പോലത്തെ ഒരു താമരയാണ് അല്ലേ. അപ്പം ഞാൻ ഈ താമര എന്ന് പറയുന്ന വേർഡ് കമ്പയർ ചെയ്തോണ്ട്, ഇനി അതുപോലെ തന്നെ മനക്കോട്ട കെട്ടുക എന്ന് പറയും അല്ലേ, ബിൽഡിംഗ് കാസിൽസ് ഇൻ എയർ. അപ്പം മനക്കോട്ട എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു യൂസേജ് ആണത്. അത് ആ കോട്ടയ്ക്ക് സാധാരണ വാതിലുകളും ജനലുകൾ ഇതെല്ലാം ഉണ്ടല്ലേ, വലിയ കോട്ടയ്ക്ക് വാതിലുകൾ ഉണ്ടാവും. പക്ഷെ മനക്കോട്ടയ്ക്ക് വാതിലുകൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പം നമ്മൾ ഈ കോട്ട എന്ന് പറയുന്ന വേർഡിനെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാവുന്ന തെറ്റാണെന്ത്, ആ ധാരണ എന്ന് പറയുന്നത് അല്ലേ. അതായത് മനക്കോട്ടയ്ക്കും വാതിലുകൾ ഉണ്ടാവും എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ എത്തിയത് എന്തുകൊണ്ടാണ്? നോർമൽ കോട്ടയ്ക്ക് വാതിലുകൾ ഉണ്ടാവും. അപ്പോൾ ആ കോട്ട എന്ന് പറയുന്ന വാക്കിനെ ആശ്രയിച്ചത് കൊണ്ടാണ് അവിടെ ആ ഒരു ഫാലസി ഉണ്ടായത്. അപ്പോൾ അതിനെയാണ് ആശ്രയ അസിദ്ധ ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്വരൂപ അസിദ്ധ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിലിറ്റി ഇല്ലാത്ത ഒന്നിന് വിസിബിലിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ രൂപമില്ലാത്തതിന് രൂപം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാലസിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിയേ, സൗണ്ട് ഈസ് ട്രാൻസിറ്ററി ബിക്കോസ് ഇറ്റ് ഈസ് വിസിബിൾ ലൈക്ക് എ പോട്ട്. സൗണ്ട് ട്രാൻസിറ്ററി ആണ്, അതായത് സൗണ്ട് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതാണ്, കാരണം അത് പോട്ട് പോലെ വിസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുക? കാരണം സൗണ്ടിന് എന്തില്ല, വിസിബിലിറ്റി ഇല്ല. അപ്പോൾ വിസിബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ രൂപമില്ലാത്ത ഒന്നിന് രൂപം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഫാലസിയാണ് സ്വരൂപ അസിദ്ധ ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 അസിദ്ധ ഫാലസികളാണ് കണ്ടത്, ആശ്രയ അതുപോലെ തന്നെ സ്വരൂപ. അടുത്തത് വ്യാപ്തവിസിദ്ധ. വ്യാപ്തവിസിദ്ധ എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, വേറെവർ ദർ ഇസ് ഫയർ ദർ ഇസ് സ്മോക്ക്. അത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? അതായത് ഫയർ കാണുന്നിടത്തെല്ലാം സ്മോക്ക് കാണണമെന്നില്ല അല്ലേ. സ്മോക്ക് ഇല്ലാത്തടത്ത് നമുക്ക് ഫയർ കാണാം. അപ്പോൾ കൊല്ലൻ്റെ ആലയിൽ സ്മോക്ക് ഇല്ല, പക്ഷെ അവിടെ ഫയർ ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടീഷൻ സപ്ലൈഡ് അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടുണ്ടായ ഫാലസിയാണ് വ്യാപ്തവിസിദ്ധ ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫാലസി, ഒന്നാമത്തെ ഫാലസി അസിദ്ധ ഫാലസി.
ഓക്കെ. രണ്ടാമത്തെ ഫാലസി വിരുദ്ധ ഫാലസി. വിരുദ്ധ എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താണ്? ഫാലസി ഓഫ് കോൺട്രഡിക്ടറി മിഡിൽ ടേം. വിരുദ്ധാഹാരം എന്നൊക്കെ നമ്മൾ പറയാറില്ല, അങ്ങനെ കമ്പയർ ചെയ്താൽ മതി, ഓർത്തിരിക്കാൻ പാകത്തിന് പറഞ്ഞാണ്. അപ്പോൾ ഫാലസി ഓഫ് കോൺട്രഡിക്ടറി മിഡിൽ ടേം. ഇവിടെ it occurs when we have contradicted the middle term. Instead of proving the major term, the middle term proves the opposite. ഇവിടെ എന്താണോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മിഡിൽ ടേം എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിരുദ്ധ ഫാലസി എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഐസ് തണുപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ ഉപയോഗിക്കുന്ന മിഡിൽ ടേം എന്താണ്? ഫയറാണ്. ഫയർ എന്താണ്? ഹോട്ടായിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ അവിടെ വിരുദ്ധമായിട്ടുള്ള മിഡിൽ ടേം ഉപയോഗിക്കുന്നതിനെയാണ് വിരുദ്ധ ഫാലസി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തേക്ക് നോക്കിയേ. സൗണ്ട് ഈസ് ഇറ്റേണൽ. സൗണ്ട് ഇറ്റേണൽ ആണ്, അതായത് ഒരിക്കലും നശിക്കാത്തതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ലൈക്ക് ഈതർ. അത് ഈതർ പോലെ, ഈതർ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്, ഈതർ പോലെ ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഏതൊരു പ്രോഡക്റ്റും എന്താണ്? നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ മിഡിൽ ടേം എന്താണ്? തെറ്റായിട്ടുള്ള മിഡിൽ ടേം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മിഡിൽ ടേം ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മിഡിൽ ടേം ഉപയോഗിക്കുന്നതിനെയാണ് വിരുദ്ധ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ഫാലസിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഫാലസികൾ നമ്മൾ കണ്ടു. മൂന്നാമത്തെ ഫാലസി സവ്യഭിചാര ഓർ അനൈകാന്തിക. സവ്യഭിചാര ഓർ അനൈകാന്തിക. ഫാലസി ഓഫ് ഇറഗുലർ മിഡിൽ ടേം. മിഡിൽ ടേമിലുള്ള ഇറഗുലാരിറ്റി കാരണം ഉണ്ടാവുന്ന ഫാലസിയാണ് സവ്യഭിചാര. അത് 3 ടൈപ്പാണ്. ഓക്കെ. അതിലൊന്നാമത്തെ ടൈപ്പ് സാധാരണ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മിഡിൽ ടേം എല്ലാത്തിനും ആപ്ലിക്കബിൾ ആവുകയാണെങ്കിലോ അത് വെച്ചിട്ട് നമ്മളെങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റുക? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 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 ഡ്രസ്സ് അത് എല്ലാവർക്കും ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സാണെങ്കിൽ അതെങ്ങനെയാണ് എനിക്ക് കറക്റ്റ് സ്യൂട്ടാവുക? അതായത് എനിക്കും ഇടാൻ പറ്റും, 100 കിലോ ഉള്ള ആൾക്കും ഇടാൻ പറ്റും, ഇനി 2 കിലോ ഉള്ള ആൾക്കും ഇടാൻ പറ്റും. അങ്ങനെ വരുവാണെങ്കിൽ അത് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് പറ്റില്ലല്ലോ. അതായത് അത് എൻ്റെ വസ്ത്രമാണെന്ന് ഞാൻ എങ്ങനെ പറയുന്നത്? എൻ്റെ വസ്ത്രം ആവണമെങ്കിൽ എന്തായിരിക്കണം? എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. അതല്ലാണ്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്നത് കൊണ്ട് ഇത് എൻ്റെ ഡ്രസ്സാണെന്ന് ഞാൻ എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം ഇത് നിങ്ങളുടെ ഡ്രസ്സാണെന്ന്, കാരണം നിങ്ങൾക്കും ഇടാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കും സൈസാണ്. അപ്പോൾ നിങ്ങൾ വാദിക്കില്ലേ ഇത് എൻ്റെ ഡ്രസ്സാണ്, കാരണം എനിക്കും പാകാവുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ സിൻഡ്രലയുടെ കേസിൽ ആ ഷൂ ഇട്ട് നോക്കിയിട്ടാണ് ഇത് ആരുടെ ഷൂ ആണെന്ന് അല്ലേ, ഇട്ട് നോക്കുമ്പോൾ ആരുടെ കാലിനാണോ അത് പാകാവുന്നത് അയാളുടെ ആണെന്ന് തീരുമാനിച്ചിട്ടാണ് അല്ലേ അവിടെ ആ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ഫിറ്റിംഗ് അല്ല, അതായത് എല്ലാവർക്കും ഫിറ്റ് ആവുന്ന മിഡിൽ ടേം ഇടാൻ പാടില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുക നമ്മൾ? അതായത് എപ്പോഴും നമ്മൾ മിഡിൽ ടേം എടുക്കുമ്പോൾ ഇതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മിഡിൽ ടേം എടുക്കണം. സാധാരണ മിഡിൽ ടേം എടുക്കുമ്പോൾ ഇതിനുപയോഗിക്കാം, അതിനുപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ശരിയാവുക? അപ്പോൾ നമ്മൾ മിഡിൽ ടേം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണോ നമ്മുടെ മേജർ ടേം അല്ലെങ്കിൽ മൈനർ ടേം അതിന് രണ്ടിനും കറക്റ്റായിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യണം. അതല്ലാണ്ട് മിഡിൽ ടേം മേജർ ടേമിൻ്റെ കൂടെയും പറ്റും, മൈനർ ടേമിൻ്റെ കൂടെയും പറ്റും, എല്ലാത്തിൻ്റെ കൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക? അപ്പോൾ സാധാരണ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തേക്കുന്നത് കണ്ടോ, ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് നോവബിൾ. കുന്നിൽ തീയുണ്ട്, നമ്മളെന്താ പറയുന്നത്? അതറിയാവുന്നതാണ്. അറിയാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അറിയാവുന്ന കാര്യം കുന്നിൽ പുലിയുണ്ട്, കുന്നിൽ ഐസ് ഉണ്ട്, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അറിയാവുന്നത് എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ളൊരു മിഡിൽ ടേം ആണ്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഹില്ലിൽ ഫയർ ഉണ്ടെന്ന് പറയാൻ പറ്റുക? ഹില്ലിൽ ഫയർ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഫയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറയണം. ഓക്കെ. ഇനി രണ്ടാമത്തെ സവ്യഭിചാര ഫാലസിയാണ് അസാധാരണ. അതായത് ഒന്നിന് മാത്രം ആപ്ലിക്കബിൾ ആവുക. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ടേമിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എടുത്താലും അത് തെറ്റാണ്. നോക്കിയേ, സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. സൗണ്ട് ഇറ്റേണൽ ആണ് കാരണം അത് ഓഡിബിൾ ആണ്. ഇവിടെ ഓഡിബിലിറ്റി എന്ന് പറയുന്നത് എന്തിനു മാത്രം നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്നതാണ്? സൗണ്ടുമായിട്ട്. അപ്പോൾ ഓഡിബിൾ ആയതുകൊണ്ട് അത് ഇറ്റേണൽ ആവണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന മിഡിൽ ടേം മേജർ ടേമിനും മൈനർ ടേമിനും രണ്ടിലും ഈക്വലായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കണം. ഇവിടെ ഈ ഓഡിബിൾ എന്ന് പറയുന്നത് സൗണ്ടിന് മാത്രം ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ മിഡിൽ ടേം വളരെ നാരോ ആയി. നേരത്തെ മിഡിൽ ടേം വളരെ വൈഡായി, ഇവിടെ മിഡിൽ ടേം എന്തായി? വളരെ നാരോ ആയി. അതാണ് അസാധാരണ. ഇനി അനുപസംഹാരി എന്ന് പറയുന്ന മിഡിൽ ടേം നോൺ എക്സ്ക്ലൂസീവ് ആവുക. അതായത് മിഡിൽ ടേം ഇവിടെയും എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നതാവുക. അതായത് സാധാരണ നമ്മൾ പറഞ്ഞില്ലേ, ഏകദേശം അത് തന്നെയാണ് അനുപസംഹാരി എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ക്ലൂസീവ് ആയിരിക്കണം മിഡിൽ ടേം. മിഡിൽ ടേം നോൺ എക്സ്ക്ലൂസീവ് ആയാൽ അതെന്ത് സംഭവിക്കും? അനുപസംഹാരി ആയിരിക്കും. എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിനും പ്രെഡിക്കേറ്റിലും മാത്രം കോമൺ ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കണം എന്ത്? മിഡിൽ ടേം. അല്ലെങ്കിൽ അതെന്താവും? അനുപസംഹാരി. ഇനി നാലാമത്തെ ഫാലസിയാണ് സത്പ്രതിപക്ഷ.
നേരത്തെ നമ്മൾ വിരുദ്ധ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മിഡിൽ ടേം ഉപയോഗിക്കുമ്പോൾ അത് വിരുദ്ധ. ഇനി സത് പ്രതിപക്ഷ, പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ രണ്ടുപേരില്ലേ, ഭരണപക്ഷവും പ്രതിപക്ഷവും, അങ്ങനെ ഓർത്താൽ മതി, കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് മിഡിൽ ടേം മറ്റൊരു മിഡിൽ ടേമുമായിട്ട് കോൺട്രഡിക്റ്റ് ആവുക. നേരത്തെ എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മിഡിൽ ടേം എടുക്കുന്നതാണ് വിരുദ്ധ. ഇവിടെ രണ്ട് മിഡിൽ ടേം ഉണ്ട്. ആ രണ്ട് മിഡിൽ ടേമും ഒപ്പോസിങ് ആവുന്നതാണ് സത് പ്രതിപക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ ആൻഡ് സൗണ്ട് ഈസ് നോൺ ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ ഇറ്റേണൽ എന്നും നോൺ ഇറ്റേണൽ എന്നും രണ്ട് മിഡിൽ ടേം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും കോൺട്രഡിക്ടറിയുമാണ്. ഇനി അഞ്ചാമത്തെ ഫാലസിയാണ് ബാധിത. ബാധിത എന്ന് പറയുന്നത് മിഡിൽ ടേം മറ്റൊരു പ്രമാണം കൊണ്ട് കോൺട്രഡിക്റ്റ് ആവുക. നേരത്തെ മിഡിൽ ടേം മറ്റൊരു മിഡിൽ ടേം കൊണ്ട് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ സത് പ്രതിപക്ഷ. ബാധിത എന്ന് പറയുന്നത് മിഡിൽ ടേം മറ്റൊരു പ്രമാണത്താൽ കോൺട്രഡിക്റ്റ് ആവുക. ഇപ്പോൾ ഇവിടെ ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫയർ ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ്. നമ്മൾ പറയാണ് ഫയർ കോൾഡ് ആണ് കാരണം അതൊരു സബ്സ്റ്റൻസ് ആണ്. പക്ഷേ നമുക്ക് പ്രത്യക്ഷ പ്രമാണം വെച്ചറിയാം ഫയറിൽ പോയി തൊട്ടിട്ടുണ്ടെങ്കിൽ പൊള്ളും, അത് കോൾഡ് അല്ല. അപ്പോൾ പ്രത്യക്ഷ പ്രമാണം വെച്ചിട്ട് നമുക്കറിയാം ഫയർ കോൾഡ് അല്ല എന്ന്. അപ്പോൾ അവിടെ പ്രത്യക്ഷ പ്രമാണം ഈ പറയുന്ന സംഭവത്തിനെ കോൺട്രഡിക്റ്റ് ചെയ്തു, അതിനെയാണ് ബാധിത എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് കാണുക. ഓക്കെ, താങ്ക് യു.